എല്ലാ സുഹൃത്തുക്കൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ദർശിക്കുവാൻ പോകുന്നത് കണ്ണൂർ ജില്ലയിലെ പിണറായി പഞ്ചായത്തിൽ സ്ഥിതി ചെയ്യുന്നതും പുരാണപ്രസിദ്ധമായ ശ്രീ കൊട്ടിയൂർ മഹാദേവ ക്ഷേത്രവുമായി മൗലിക ബന്ധമുള്ളതും അപൂർവങ്ങളിൽ അപൂർവമായി സാക്ഷാൽ മഹാദേവനും നാഗങ്ങളും മാത്രം പ്രതിഷ്ഠയായുള്ളതുമായ ശ്രീ പാനുണ്ട മഹാദേവ ക്ഷേത്ര സന്നിധിയിലേക്കാണ്. ഈ ക്ഷേത്രത്തിൻ്റെ ഐതിഹ്യത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ, നൂറ്റാണ്ടുകൾക്ക് മുൻപ് പത്നിയായ സതിയുടെ വിയോഗത്താൽ കോപിഷ്ഠനായ പരമശിവന്റെ ഭൂതഗണങ്ങളാൽ ദക്ഷയാഗവേദി തകർക്കപ്പെടുകയും കോപം ശമിക്കാതെ സംഹാരരുദ്രനായി മടങ്ങുമ്പോൾ സമീപ ഗ്രാമത്തിൽ കണ്ട ഒരു സ്ത്രീയോട് വെള്ളമുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ വെള്ളമില്ല, പാലുണ്ട് എന്ന് മറുപടി നൽകുകയും ചെയ്തു. പാലുണ്ട് എന്ന് പറഞ്ഞതാണ് പിൽക്കാലത്ത് ലോപിച്ച് പാനുണ്ട എന്നതായി തീർന്നു എന്ന് വിശ്വസിക്കുന്നു. ആ സ്ത്രീ നൽകിയ പാൽ കുടിച്ച ശേഷം ആഗതൻ അപ്രത്യക്ഷമായപ്പോഴാണ് വന്നത് സാക്ഷാൽ പരമശിവനാണെന്ന കാര്യം മനസ്സിലാകുന്നത്. പിന്നീട് മുനിവര്യന്മാർ ഈ പ്രദേശത്ത് വന്നു ചേരുകയും ഇവിടെയുള്ള ഗുഹകളിൽ തപസ്സനുഷ്ഠിക്കുകയും പിൽക്കാലത്ത് ഇവിടെ നിന്നു കണ്ടെടുത്ത ശിവലിംഗത്തെ പൂജിച്ച് ആരാധിക്കുകയും ക്രമേണ ഇന്നു കാണുന്ന ക്ഷേത്രമായി മാറുകയും ചെയ്തു എന്നാണ് ക്ഷേത്ര ഐതിഹ്യം. ക്ഷേത്ര ഐതിഹ്യത്തിന് പ്രത്യക്ഷ ദർശനം എന്നോണം ഋഷീശ്വരന്മാർ തപസ് ചെയ്ത ഗുഹകൾ ഇന്നും ഭക്തർക്ക് പ്രത്യക്ഷ ദർശനമായി കാണുവാൻ സാധിക്കുന്നതാണ്. ക്ഷേത്ര സമീപത്തു തന്നെയാണ് ഈ ഗുഹകൾ സ്ഥിതി ചെയ്യുന്നത്. മുൻപ് പറഞ്ഞതുപോലെ ഈ ക്ഷേത്രത്തിലെ ഏറ്റവും വലിയ ഒരു പ്രത്യേകത, ഉപദേവതാ സങ്കല്പങ്ങളിൽ സാധാരണഗതിയിൽ മറ്റു ക്ഷേത്രങ്ങളിൽ കണ്ടുവരുന്ന ഗണപതി സങ്കല്പം പോലും ഈ ക്ഷേത്രത്തിൽ ഇല്ല എന്നുള്ളതാണ്. മുഖ്യപ്രതിഷ്ഠയായ ശ്രീ മഹാദേവനും ക്ഷേത്ര മതിൽക്കകത്ത് പുറത്തായി നാഗപ്രതിഷ്ഠയും മാത്രമാണ് ഈ ക്ഷേത്രത്തിൽ ഉള്ളത്. ശിവചൈതന്യം നിറഞ്ഞു നിൽക്കുന്ന ഈ പൗരാണിക ക്ഷേത്രത്തിൽ നവീകരണ പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ദക്ഷിണേന്ത്യയിലെ ഏറ്റവും ബൃഹത്തായ ക്ഷേത്ര സമുച്ചയമായി ഉയർത്തുവാനുള്ള മഹായജ്ഞത്തിൻ്റെ ഭാഗമായി ക്ഷേത്ര പശ്ചാത്തലത്തിൽ ധ്യാനമഗ്നനായ പരമശിവന്റെ 46 അടി ഉയരമുള്ള പൂർണ്ണകായ ശില്പം സ്ഥാപിക്കുകയാണ്. ചെറുവനത്തിൻ്റെ പശ്ചാത്തലത്തിൽ ചെങ്കൽ പാറകളും ഗുഹാമുഖങ്ങളുമുള്ള ക്ഷേത്ര പരിസരത്ത് ശിവചൈതന്യവും നാഗസാന്നിധ്യവും കൊണ്ട് അനുഗ്രഹിക്കപ്പെട്ട അന്തരീക്ഷത്തിൽ 6 അടി ഉയരമുള്ള ശിലാപീഠത്തിൽ രൗദ്രഭാവത്തിൽ തപസ്സനുഷ്ഠിക്കുന്ന ശിവഭഗവാന്റെ ബൃഹത്തായ ശില്പമാണ് ഇവിടെ ഒരുങ്ങുന്നത്. മറ്റെവിടെയുമില്ലാത്ത രീതിയിലുള്ള ഈ ഉജ്ജ്വല ശില്പം ഈ നാടിൻ്റെ തന്നെ അഭിമാന പ്രതീകമായി മാറും എന്നത് നിസ്സംശയമാണ്. തറനിരപ്പിൽ നിന്ന് 46 അടി ഉയരമാണ് ശില്പത്തിന്. 6 അടി ഉയരമുള്ള ഒരു ശിലാപീഠമൊരുക്കി അതിൻ്റെ മുകളിലാണ് നാഗവിഭൂഷിതനും ഗംഗാധരനുമായ പരമശിവന്റെ ത്രിശൂല സമേതമുള്ള ധ്യാനരൂപം 40 അടി ഉയരത്തിൽ ആകാശത്തേക്ക് ഉയർന്നു നിൽക്കുന്നത്. ഉരുക്കുകൊണ്ട് ആന്തരിക ബലം നൽകി സവിശേഷ മിശ്രിതം ഉപയോഗിച്ചാണ് ശില്പം തയ്യാറാക്കുന്നത്. ഭാവം രൗദ്രവും രൂപം ധ്യാനമഗ്നവുമായ ശിവാകാരം പൂർവ്വദിക്കിലേക്ക് ദൃഷ്ടിയോടെ സ്ഥിതി ചെയ്യുന്നു. ഒപ്പം സഹചാരിയായ നന്ദിയുടെ ശില്പവും ഉണ്ട്.
പരശുരാമ മഹർഷിയുടെ ക്ഷണപ്രകാരം കേരളത്തിലെത്തിയ പുരാതനമായ തരണനെല്ലൂർ തന്ത്രികുലത്തിലെ പ്രമുഖനും അനേകം ക്ഷേത്രങ്ങളുടെ താന്ത്രികാചാര്യനുമായ ബ്രഹ്മശ്രീ തെക്കിനിയേടത്ത് തരണനെല്ലൂർ പത്മനാഭൻ ഉണ്ണി നമ്പൂതിരിപ്പാടിൻ്റെ കാർമ്മികത്വത്തിലും ഉപദേശ നിർദ്ദേശപ്രകാരവുമാണ് ഈ ക്ഷേത്രത്തിലെ എല്ലാ പ്രവർത്തനങ്ങളും മുന്നോട്ടു പോകുന്നത്. ഇതാണ് ക്ഷേത്രത്തിൽ സ്ഥാപിക്കുവാൻ പോകുന്ന പ്രസ്തുത മഹാദേവ ശില്പത്തിൻ്റെ മാതൃക. പാനുണ്ട ശ്രീ മഹാദേവ ക്ഷേത്രത്തിലെ വാർഷിക കൊടിയേറ്റ മഹോത്സവം എല്ലാ വർഷവും മീനം 18 മുതൽ തുടങ്ങി മീനം 25 വരെ നീളുന്ന 8 ദിവസമാണ് നടക്കുന്നത്. ഇതാണ് മുൻപ് സൂചിപ്പിച്ച വർഷങ്ങൾക്ക് മുൻപ് ഋഷീശ്വരന്മാർ തപസ് ചെയ്ത ഗുഹാ കവാടങ്ങൾ. ഇതുപോലെയുള്ള ഒന്നിലധികം ഗുഹകൾ ഇവിടെ കണ്ടെത്തിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്കും ഈ വീഡിയോയിലൂടെ ഈ പുണ്യഭൂമിയുടെ ഈ മഹാദേവ ക്ഷേത്രത്തിൻ്റെ ദർശനം നടത്തുവാൻ സാധിച്ചുവെന്ന് വിശ്വസിക്കുന്നു. ഞാൻ ചെയ്യുന്ന ഇത്തരം വീഡിയോകൾ നിങ്ങൾക്ക് പെട്ടെന്ന് ലഭിക്കുവാനായി ആ ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുവാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ ഷെയർ ചെയ്യുവാനും മറക്കരുത്. ഇനി നമുക്ക് മറ്റൊരു വീഡിയോയുമായി കാണാം.